ഇലക്ഷനിന് പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. ബി ജെ പിക്ക് കാര്യമായ നേട്ടമൊന്നും ഇക്കുറിയും കേരളത്തിൽ ഉണ്ടാക്കാൻ കഴിയുകയില്ല എന്ന് അവരുടെ നേതൃത്വം തന്നെ പലകുറി വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷേ നിയമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് വിജയിച്ചേ തീരും. നിയമമണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കണമെങ്കിൽ കോൺഗ്രസ് കനിയണം. കോൺഗ്രസിന് അവിടെ 30,000-ലധികം വോട്ടുകളുണ്ട്. 30-നും 40-നും ഇടയിൽ വോട്ട് കോൺഗ്രസിന് നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ ലഭിക്കും. കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വവും അദ്ദേഹം നേടിയ വോട്ടും അതിന് തെളിവാണ്. കോർപ്പറേഷൻ ഇലക്ഷനിലും നിയമമണ്ഡലത്തിൽ ബി ജെ പിക്ക് ആധിപത്യം ഉണ്ടായിരുന്നു. എന്നാൽ വി ശിവൻകുട്ടി മത്സരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ശിവൻകുട്ടി ജയിക്കുകയും ബി ജെ പി സ്ഥാനാർത്ഥി താഴെ പോവുകയും ചെയ്തിരുന്നു എന്നത് വസ്തുതയാണ്. ഇക്കുറിയും വി ശിവൻകുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും വി ശിവൻകുട്ടി തന്നെയായിരിക്കും നേമത്ത് കളത്തിലിറങ്ങുക എന്ന് ഏകദേശം ഉറപ്പാണ്. ഇടതുമുന്നണിയുടെ കാൻഡിഡേറ്റായി വി ശിവൻകുട്ടി വരുന്നു. ബി ജെ പിക്ക് NDA സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ വരുന്നു. അപ്പൊ പിന്നെ കോൺഗ്രസിൽ ആരായിരിക്കും? കോൺഗ്രസ് തലപുകഞ്ഞ് ആലോചിച്ചു. മുമ്പ് തന്നെ ഈ വിവാദം കത്തിക്കയറിയതാണ്. ഈ വിവാദം കത്തിക്കയറിയത് VD സതീശനും BJP-യുമായി ഒരു ധാരണയിലെത്തിയിട്ടുണ്ട്. പറവൂരിൽ VD സതീശന് വലിയ ഭൂരിപക്ഷം നൽകാൻ BJP-ക്കാർ കനിയണം. പ്രത്യേകിച്ച് നായർ സമുദായത്തിലുള്ള ആളുകൾ കനിയണം. BJP-ക്ക് ആ വോട്ടുകൾ പോയി കഴിഞ്ഞാൽ പറവൂരിൽ സതീശന്റെ ഭൂരിപക്ഷം കുറയും. പറവൂരിൽ ഈ ഇടത് സ്ഥാനാർത്ഥിയായി വരുന്നത് CPI-യുടെ കാൻഡിഡേറ്റ് ആണ്. പറവൂരിൽ എന്താണ് VD സതീശനെ എതിർക്കാൻ ശക്തനായ സ്ഥാനാർത്ഥിയെ അല്ല ഇടതുമുന്നണി നിർത്തുന്നതെന്ന് CPM-ന് ആരോപണമുണ്ടായിരുന്നു. ആ സീറ്റ് CPM ഏറ്റെടുക്കണം എന്നുവരെ വാദങ്ങൾ ഉണ്ടായിരുന്നു. എങ്കിലും മുന്നണി സീറ്റ് ഏറ്റെടുക്കുന്നില്ല, CPI തന്നെ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞ് CPI-ക്ക് വിട്ടുകൊടുത്തു. CPI ആണ് പറവൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത്. അപ്പോൾ ഇടതുമുന്നണി അവിടെ എത്ര ശക്തനായ ആളെ നിർത്തിയാലും BJP-യുടെ വോട്ട് കൂടി ഉണ്ടെങ്കിൽ VD സതീശന് അവിടെ ഭൂരിപക്ഷം കൂടും. ഇതായിരുന്നു ഒരു ധാരണ. ഈ ധാരണയെ കുറിച്ചാണ് വിമർശനങ്ങൾ ധാരാളം ഉണ്ടായത്. ആ ധാരണ അനുസരിച്ച്, അല്ലെങ്കിൽ ആ ധാരണ, അങ്ങനെ ഒരു ധാരണയുമില്ല, ഞാൻ വർഗീയതയ്ക്കെതിരാണ്, ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കും എതിരാണ് എന്ന് നാഴികയ്ക്ക് 40 വട്ടം കോളാമ്പിയിലൂടെ വിളിച്ചു പറയുന്ന VD സതീശൻ ഇതിനെയും എതിർത്തിരുന്നു. ഇങ്ങനൊരു സംഭവം നടന്നിട്ടേ ഇല്ല. എന്നാൽ നിയമത്തേക്ക് നോക്കൂ, സാധ്യതാ പട്ടിക നിങ്ങൾ നോക്കൂ. വൈഷ്ണ സുരേഷ് എത്ര സീനിയർ ആണോ? നേമത്ത് രാജീവ് ചന്ദ്രശേഖരനെതിരെ മത്സരിക്കാൻ പറ്റുന്ന കാൻഡിഡേറ്റ് ആണോ വൈഷ്ണ? അപ്പോ വിമർശനമുണ്ടായി. വൈഷ്ണയെ കൊണ്ട് നിർത്തുന്നത് ഒരു കോംപ്രമൈസ് സ്ഥാനാർത്ഥിയായിട്ടാണ്. വൈഷ്ണ ഒരു KSU നേതാവാണ്. അവർ കോർപ്പറേഷനിൽ മുട്ടട നിന്ന് മത്സരിച്ചപ്പോൾ കോർപ്പറേഷന്റെ പിടിപ്പുകേട്, അന്നത്തെ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന ആളുകളുടെ പിടിപ്പുകേടും ചില CPM ലോക്കൽ നേതാക്കളുടെ പിടിപ്പുകേടും കൊണ്ട് അവർക്കെതിരെ കേസിന് പോവുകയും അവരെ താരമാക്കി വളർത്തുകയും അവർ മത്സരിച്ചപ്പോൾ ജയിക്കുകയും ചെയ്തു. വാർഡ് കൗൺസിലറാണ്, കോർപ്പറേഷൻ അംഗമാണ്. വൈഷ്ണയെ കൊണ്ട് നേമത്ത് മത്സരിപ്പിക്കാമെന്നാണ് VD സതീശന്റെ ആദ്യത്തെ ഐഡിയ ആയിരുന്നത്. അതിനെ വിമർശനം ഉയർന്നു വന്നപ്പോൾ അത് കോംപ്രമൈസ് സീറ്റാണ്, രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ ആരോപണം ഉണ്ടായപ്പോൾ, പാർട്ടിക്ക് അകത്ത് തന്നെ വിമർശനം ഉണ്ടായപ്പോൾ കുറച്ചുകൂടി ശക്തനായ ഒരു നേതാവിനെ നിർത്താൻ VD സതീശനും സംഘവും തീരുമാനിച്ചു. അങ്ങനെയാണ്. എന്നാൽ പിന്നെ KS ശബരിനാഥനാകട്ടെ, ശബരിനാഥനും തിരുവനന്തപുരം നഗരസഭയിലെ കൗൺസിലറാണ്. നഗരസഭാ കൗൺസിലറായ ശബരിനാഥനോട് 2 നിർദ്ദേശങ്ങൾ പറഞ്ഞു. നിങ്ങൾ നേമത്ത് നിൽക്കുക, മത്സരത്തിൽ പങ്കെടുക്കുക, അത്രമാത്രം. നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് DCC പ്രസിഡന്റിന്റെ ചുമതല തരും. നിങ്ങളെ DCC പ്രസിഡന്റായി വയ്ക്കും. അതിന് മാറ്റമൊന്നുമില്ല. കൂടാതെ ശശി തരൂര് 4 ടൈം ആയല്ലോ MP ആയിട്ട്. ശശി തരൂര് ഇപ്പൊ ഈ പാർലമെന്റ് ഇലക്ഷന് ശശി തരൂർ മത്സരിക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് നിങ്ങളെ പാർലമെന്റ് സീറ്റിൽ നിർത്തി വിജയിപ്പിക്കുകയും ചെയ്യും. അപ്പോ ശബരിനാഥ് ഹാപ്പി. എന്നാ പിന്നെ ഞാൻ നേമത്തെങ്കിൽ നേമത്ത്. കാരണം ഇലക്ഷൻ നിൽക്കുമ്പോൾ കുറച്ച് പാർട്ടി ഫണ്ടും അങ്ങനെയുള്ള ഫണ്ടെല്ലാം കിട്ടും. പിന്നെ കുറച്ചുകൂടി താരപ്പൊലിമ കിട്ടും, 10 പേര് അറിയും, അങ്ങനെയൊക്കെ ചെയ്യും. അങ്ങനെ ശബരിനാഥിനെ ഒരു ട്രാപ്പിൽ പെടുത്തി മത്സരത്തിനെ പാകപ്പെടുത്തി എടുത്തിരിക്കുകയാണ് ഈ പറയുന്ന VD സതീശനും സംഘവും. ഇനി മറ്റൊരു ലിസ്റ്റ് കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് കോൺഗ്രസിന്റെ ലിസ്റ്റ് സാധ്യതാ പട്ടിക വായിക്കുകയാണെങ്കിൽ വൈഷ്ണ സുരേഷ്, KS ശബരിനാഥ് നേമത്ത്. വൈഷ്ണ സുരേഷ് വരില്ല, ശബരിനാഥ് ആയിരിക്കും സ്ഥാനാർത്ഥിയാവുക. ഇനി N ശക്തനായ സ്ഥാനാർത്ഥിയാണ്. അതിനകത്ത് മത്സരം അല്ലെങ്കിൽ അതിനകത്ത് വേറെ എന്താണ് ഇടപെടലുകൾ നടത്താൻ പറ്റില്ല. ശക്തനെതിരെയൊക്കെ പോയി കളിച്ചു കഴിഞ്ഞാൽ VD സതീശനും പണി കിട്ടും. അതുകൊണ്ട് ശക്തൻ നെയ്യാറ്റിൻകരയിൽ സ്ഥാനാർത്ഥിയാവും. മറ്റേ R വത്സലൻ അല്ലെങ്കിൽ രാജേഷ് ചന്ദ്രപ്രകാശ് ഒന്നും അവിടെ സ്ഥാനാർത്ഥിയായാൽ ഇറക്കുകയില്ല. ശക്തനൊട്ട് സമ്മതിച്ചു കൊടുക്കുകയുമില്ല. ഇനി അരുവിക്കരയിൽ MR ബൈജു, VS ശിവകുമാർ. അവിടെ അരുവിക്കരയിൽ VS ശിവകുമാറിനെ സ്ഥാനാർത്ഥിയാക്കും എന്നതിൽ തർക്കമൊന്നുമില്ല. VS ശിവകുമാർ. വർക്കലയിൽ വർക്കല കഹാർ അല്ലെങ്കിൽ ഡോക്ടർ SS ലാൽ ഒരിക്കൽ നിന്ന് പരാജയപ്പെട്ടു പോയതാണ്. വർക്കലക്കാർക്ക് പ്രിയപ്പെട്ടവനാണ്. പക്ഷേ VS ജോയി അവിടെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ശ്രീ ജോയിക്കെതിരെയാണ് മത്സരം. അതുകൊണ്ട് മത്സരം ഇത്തിരി കടുക്കും എന്നേ ഉള്ളൂ. അത് മാത്രമല്ല വർക്കലയിൽ മുസ്ലിം
കമ്മ്യൂണിറ്റി കുറച്ച് കൂടുതലുണ്ട്. അതുപോലെ തന്നെ അരുവിക്കരയിലും മുസ്ലിം കമ്മ്യൂണിറ്റി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് അരുവിക്കരയിൽ MR ബൈജു VS ശിവകുമാർ നിന്നാലും പ്രശ്നമില്ല. പക്ഷെ സെക്കുലറായ മുസ്ലിങ്ങളാണെങ്കിൽ പോലും വർക്കലയിലെ വോട്ട് സമാഹരിക്കാൻ വർക്കല കഹാർ നിൽക്കുന്നത് ഉചിതമെന്നാണ് കോൺഗ്രസിന്റെ കണ്ടെത്തൽ. അതുപോലെ കഴക്കൂട്ടത്ത് ടി ശരത്ചന്ദ്ര പ്രസാദും GS അഖിലുമാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. അത് മിക്കവാറും ടി ശരത്ചന്ദ്ര പ്രസാദിന് തന്നെ ആയിരിക്കും നറുക്ക് വീഴുക എന്നാണ് ഇപ്പോൾ ലഭിക്കുന്നത്. മലയങ്കിയിൽ വേണുഗോപാലാണ് കാട്ടാക്കടയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ പോകുന്നത്. വാമനപുരത്ത് പാലോട് രവിയും. പാലോട് രവിയും മോശപ്പെട്ട സ്ഥാനാർത്ഥിയൊന്നുമല്ല. പക്ഷെ പാലോട് രവിയുടെ വിജയ സാധ്യതയൊക്കെ പിന്നീട് പരിഗണിക്കേണ്ടി വരും. ഈ സ്ഥലങ്ങളിൽ നിൽക്കുന്ന BJP സ്ഥാനാർത്ഥികളൊക്കെ നിങ്ങൾ നോക്കുക, താരതമ്യേന പ്രഭാവം ഉള്ള സ്ഥാനാർത്ഥികളായിരിക്കില്ല ഈ മണ്ഡലങ്ങളിൽ ഒന്നും തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് ഈ മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസിനെ ജയിപ്പിച്ചെടുക്കാൻ BJPയുടെ സഹായം ഉണ്ടാകും. പകരം രാജീവ് ചന്ദ്രശേഖരനെ എന്തു വിധേനയും ജയിപ്പിക്കുക എന്നത് തന്നെയാണ് ഈ കോൺഗ്രസിന്റെ അജണ്ട. ഈ അജണ്ടയുടെ ഭാഗമായാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കും. നേമത്ത് കോൺഗ്രസിന്റെ വോട്ട് രാജീവ് ചന്ദ്രശേഖരന് പോകും. അതുകൊണ്ട് ഇടതുമുന്നണി എണ്ണയിട്ട യന്ത്രം പോലെ ഇപ്പോഴേ പ്രവർത്തിച്ചു തുടങ്ങിയാൽ ഒരു പരിധി വരെ രാജീവ് ചന്ദ്രശേഖരന്റെ തേരോട്ടം തടയാൻ കഴിയും. അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അവിടെ പണക്കൊഴുപ്പ് കൊണ്ടും കൊഴുപ്പ് കൊണ്ടും കേന്ദ്ര അധികാര കൊഴുപ്പ് കൊണ്ടും ഒക്കെ ജയിച്ചു പോകും. കോൺഗ്രസിന്റെ ഈ സഹായം കൂടി അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട് എന്ന കാര്യം ഇടതുമുന്നണി മറക്കാതിരിക്കട്ടെ. കോൺഗ്രസ് എന്ത് വന്നാലും ഈ രണ്ടും ഘട്ട പരിപാടി നടത്തുന്നത് തീരെ മോശമാണെന്ന് ജനങ്ങൾ ഇതിനകം തന്നെ പറഞ്ഞു തുടങ്ങി.